അത് കഴിഞ്ഞ് 100 ലൈക്ക് ആയിക്കഴിഞ്ഞ് ഇന്ന് ബിജോ ചേട്ടൻ ഒരു ക്യാബറ ഡാൻസ് ഉണ്ട്. മക്കളിപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? മക്കൾ പഠിക്കുന്ന മോളിനി +2, മോളിനി 8ലേക്കാണ്. നിൽക്കിട്ടൂടെ ഹായ്ഡാ, എന്താടാ വിശേഷം? മീനൂസ് വ്ളോഗ്, ഹായ് മീനൂസേ. ഈ മെനകെട്ട ചുമയാണ് സഹിക്കാൻ പറ്റില്ലാത്ത. നാളെ എല്ലാവർക്കും സ്കൂളൊക്കെ തുറക്കുമല്ലേ? അമ്മമാർക്ക് വീണ്ടും പനിയായില്ലേ? ഉവ്വ ബ്രോ, ഉവ്വ. ഇന്ന് ബിജോച്ചേട്ടൻ്റെ ക്യാബറ ഡാൻസാണ്. അതിന് വെറൈറ്റി കോസ്റ്റ്യൂമൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ക്യാബറ ആര്? ബിജോച്ചേട്ടനോ? യെസ്, ബിജോച്ചേട്ടൻ്റെ ക്യാബറ ഡാൻസ് നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ മഴയില്ലടാ, മഴയില്ല. രാമസ്വാമി, ഹലോ. പനിയാണോ? അതെ, പനിയാണ്. കൈലാസത്തിൽ മീനോ? കൈലാസത്തിൽ മീൻ മാത്രമല്ല, താറാവ്, കൊഞ്ച് എല്ലാം ഉണ്ട്. കൊഞ്ച് റോസ്റ്റാണ് കൈലാസത്തിലെ ശിവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് വീണ്ടും സ്കൂളിൽ പോവാൻ തോന്നുന്നു. ഓഹോ, പോയിട്ട് വാടാ. എൻ്റെ മെസ്സേജ് ചേച്ചി വായിച്ചു, താങ്ക് യു ചേച്ചി. മരിയ രഞ്ജിത്ത്, ഓക്കെടാ. ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഫാമിലി ഫുഡ് കഴിക്കുന്നത്, അത് ചേച്ചിയുടെ അനിയത്തിയാണോ? ഇഡ്ഡലി സാമ്പാർ വെച്ചിട്ട് കഴിക്കുന്നത്. ഞാൻ അതിന് കമൻറ്റ് ഇട്ടായിരുന്നു. അതേടാ, അനിയത്തിയാണ്. അനിയത്തിനെ എന്നെയും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എൻ്റെ ചേച്ചിയാണെന്നേ പറയത്തുള്ളൂ. അവൾ ഭയങ്കര ഗുണ്ടുവാ. അമ്മ നല്ല തടി ഉണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ വയ്യാഴികയൊക്കെ വന്നപ്പോൾ തന്നെ നമ്മുടെ തടി കുറഞ്ഞതാണ്. അവൾ ചെറുപ്പം തുടങ്ങിയ നല്ല തടിയുള്ള ശരീരം. പക്ഷെ ഞാൻ നേരെ തിരിച്ചു വരുന്നു. ഞാൻ അച്ഛനെ പോലെ ഭയങ്കര സ്കെൽറ്റായിരുന്നു. പക്ഷെ അവളിപ്പോൾ നല്ല തടി വെച്ച് ഇപ്പം ഒന്ന് ഡയറ്റൊക്കെയാണ് പുള്ളിക്കാരി. അതെ നിമ്മു, നാളെ എനിക്ക് സ്കൂൾ തുറക്കുന്നുണ്ട്. മടിയാണ്, ഞാൻ 7ാം ക്ലാസ്സിലല്ലേ. ഓഹോ, കൈലാസത്തിൽ പാമ്പ് ശ്യാം, അതുകൊണ്ട് മീൻ പിടിച്ചു. പ്രവീണ മോളെ, പനി കുറവുണ്ടാന്ന് ചോദിച്ചാൽ തുടങ്ങിയതേ ഉള്ളൂ. രാത്രിയിലായിരിക്കും പനി ഇളകി അങ്ങോട്ട് വരുന്നത്. നാളെ നല്ല സെറ്റാവും. നേരം വെളുക്കാൻ നേരെ ഹോസ്പിറ്റലിൽ പോവാം. കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ട് ചേച്ചി, കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. ഇത്രയും നേരം ഞാൻ ഇവിടെ കിടന്ന് റെസ്റ്റിലായിരുന്നു. അനീഷ ചേച്ചി, അതെ ജ്യോതിഷേ. ഹംസ, ഹായ്. അനിയത്തി കഴിഞ്ഞ കൊല്ലം എൻ്റെ കൂടെ പുലികളിക്കുണ്ടായിരുന്നു. എന്നെ സപ്പോർട്ടിന് ഞാൻ എൻ്റെ കൂടെ ഹെൽപ്പിന് വേണ്ടി വന്നതാണ്. അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ കൊട്ടും മേളം കേട്ടപ്പോൾ അവൾക്ക് ജ്വരം. അപ്പോൾ ചേച്ചി ഞാനിവിടെ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇറങ്ങിക്കോളാൻ പറഞ്ഞു. 6 വയസ്സ് വ്യത്യാസമുണ്ട് ഞങ്ങൾ തമ്മിൽ. പക്ഷെ ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല കേട്ടോ. അവന്തിക ശരിക്കും കുട്ടിയാണോ പാറു? അവന്തിക ശരിക്കും കുട്ടിയാണെന്നാണ് എന്നോട്, എനിക്കറിയില്ല, എന്നോട് പറഞ്ഞത് അങ്ങനെയാണ്, കുട്ടിയാണെന്ന്. അവളുടെ സ്വഭാവം കാരണവന്മാരെ പോലെ ആണെങ്കിൽ കുട്ടിയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അവന്തികനെ ഒന്ന് വിളിച്ച് നോക്കണം എന്നൊരാഗ്രഹമുണ്ട്. എനിക്ക് നമ്പറില്ല, നോക്കട്ടെ. ഫുഡ് കഴിച്ചടാ, പനി പിടിച്ച്. അവന്തിയുടെ വർത്താനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആൾക്കാരെ പോലെ അല്ലേ എനിക്കും തോന്നാറുണ്ട്. എനിക്കറിയില്ല എന്താ സംഭവമെന്ന്. നാളെ 8 പുതിയ സ്കൂളിൽ പോകും. എനിക്ക് നാളെ പോപ്പിക്കൂടെ കിട്ടും. മെഡിസിൻ കഴിച്ചില്ലടാ, ഹോസ്പിറ്റലിൽ പോയില്ല, നാളെ പോകണം. മുഖം കാണുമ്പോൾ എന്തോ പോലെ. അത് കുഴപ്പമൊന്നുമില്ല, തെറി വിളിക്കുന്ന ആൾക്കാർ വരുമ്പോൾ എൻ്റെ മുഖം തെളിയും. ഡാൻസ് വീഡിയോ ചെയ്തത് അനിയത്തിയായിരുന്നോ? ഡാൻസ് വീഡിയോ ചെയ്തേതാ? അതേതാ ഡാൻസ് വീഡിയോ? അനിയത്തിയുടെ കൂടെയുള്ള വീഡിയോ ഞാൻ പുതിയൊരു വീഡിയോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഇട്ടിട്ടുണ്ട്, അത് അനിയത്തിയാണ്. വേറെ ഡാൻസ് വീഡിയോ എന്ന് പറയുമ്പോൾ അതേതാ? കുറേ പേരുടെ കൂടെ വീഡിയോ ചെയ്തേക്കുന്നുണ്ടേ. എൻ്റെ മകൻ നാളെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്. അവനൊരു ബെസ്റ്റ് വിഷസ് പറയണേ. സായൻ എന്നാണ് പേര്. സായൻ മോനെ, ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓർമ്മയുണ്ട്. ഹായ് ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എന്നാലൊരു ഡാൻസ് കളിക്കാം, പാട്ടും ഡാൻസ് ഒരുമിച്ച് ചെയ്യാമോ? എന്നെ കൊല്ലണമല്ലേ? എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് തള്ളയില്ലാതാക്കണമല്ലേ? അതാണല്ലേ ആഗ്രഹം. യൂട്യൂബിൽ പുതിയ വീഡിയോ ആണോ? ബിജു TS, വീട്ടിലെ ആർക്കും കൈ പൊക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ക്ഷാമമാണോ കഷത്തിൽ? അത് മഹിയല്ലേ വീഡിയോയിൽ? മഹിയാണ്, പക്ഷെ ഇവള് പറയുന്നത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഡാൻസ് വീഡിയോ ചെയ്തേക്കുന്നത് മഹിയ, ഹിന്ദിക്കാരി. അനിയത്തിയുടെ വീഡിയോ ഞാൻ ഫുഡ് കഴിക്കുന്ന ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ, അതാണ് അനിയത്തി. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ടല്ലോ. എൻ്റെ ഫോട്ടോ വരെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാറില്ലേ, ഫാമിലി ഫോട്ടോസൊക്കെ. എന്നിട്ടും എൻ്റെ അനിയത്തി അതെന്ന് അറിയില്ലേ. പരമശിവൻ മോനും ഒരു ഓൾ ദ ബെസ്റ്റ് സ്വന്തമായിട്ട് അങ്ങ് പറയും. പരശിവൻ മോനെ, അമ്മയുടെ ശുക്രുവാവേ, ഓൾ ദ ബെസ്റ്റുള്ള ചക്കരെ. പോയി പഠിച്ച് മിടുക്കനാവണം കേട്ടോ. കല്യാണം കഴിക്കണ്ടേ നമുക്ക്. ലക്കി സ്റ്റാർ വിജയ ബ്രോ എന്ന് പറയുന്നു. വീഡിയോ ഞാൻ ആദ്യമായിരുന്നു കാണുന്നത്, അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം, സോറി. അങ്ങനെ എല്ലാവർക്കും പല ആഗ്രഹങ്ങളും ഉണ്ട്. നമ്മളിരിക്കുന്ന അവസ്ഥയും കൂടി ഒന്ന് നോക്കണ്ടേ പെങ്ങളല്ല സിസ്സേ. ചേച്ചിയെ, ഇതെന്തുവാണ് എന്നെ എല്ലാവരും അത് ചേച്ചിയെന്ന് വിളിക്കുന്നത്? എൻ്റെ മോനും നാളെ പോവുകയാണ് സ്കൂളിൽ. ഓക്കേ.